വീഡിയോ കണ്ടിട്ട് ആർക്കെങ്കിലും രക്ഷപ്പെടാൻ പറ്റുമെങ്കിൽ നിങ്ങൾ രക്ഷപ്പെട്ടോ. ഇതിപ്പോ ഏതാ ഈ ഫിയസ്റ്റ എന്നല്ലേ പറഞ്ഞുതരാം. ആദ്യം നമുക്ക് വണ്ടി ഓടിച്ചുകൊണ്ട് ഈ വണ്ടിയുടെ കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാം. നമ്മുടെ കയ്യിൽ കുറച്ച് ദിവസമായിട്ട് കിട്ടിയിട്ടുള്ള ഒരു ഫിയസ്റ്റയാണ്. നമുക്ക് എന്തായാലും വണ്ടി ഒന്ന് ഓടിച്ചു നോക്കാം, എന്നിട്ട് വണ്ടിയുടെ കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് പോകാം. ഇപ്പം റോഡുമിൽ ഒരുപാടായിട്ട് ഈ വണ്ടി കാണുന്നുണ്ട്, അല്ലെങ്കിൽ കുറേ വണ്ടികൾ അന്യസംസ്ഥാനത്ത് നിന്ന് റീരജിസ്റ്റർ ചെയ്ത് ഇപ്പോൾ ഇവിടെ വരുന്നുണ്ട്. അതിൻ്റെ മെയിനായിട്ടുള്ളൊരു കാരണം ഈ വണ്ടിയുടെ സെയിം ഫോർഡിൻ്റെ എൻഡവർ, നമ്മുടെ ടൊയോട്ട ഫോർച്യൂണറും ഇന്നോവയൊക്കെ കഴിഞ്ഞപ്പോൾ എൻഡവറുകൾ കൂടുതലായിട്ട് കേരളത്തിലേക്ക് വരാൻ തുടങ്ങി. ആ ഒരു ബഡ്ജറ്റിൽ ആൾക്കാർ എൻഡവർ കൂടുതലായിട്ട് എടുക്കാൻ തുടങ്ങി. അതിനുശേഷം അതിനെ ഫോളോ ചെയ്തുകൊണ്ട് എക്കോസ്പോർട്ട് കൂടുതലായിട്ട് വന്നു. എക്കോസ്പോർട്ടും എൻഡവറും ഇവിടെ കൂടുതൽ ഇറങ്ങിയപ്പോഴാണ് നമ്മുടെ കുറേ ഡീലേഴ്സ് അല്ലെങ്കിൽ അവിടെ നിന്ന് ഇങ്ങോട്ട് വണ്ടി ഇറക്കുന്ന ബ്രോക്കർമാർക്കൊക്കെ ഇവിടെ ഫോർഡിന് അത്യാവശ്യം മാർക്കറ്റ് ഉണ്ട്, ഫോർഡ് വണ്ടികൾ എടുക്കാൻ നമ്മൾ തയ്യാറാണെന്ന് മനസ്സിലായത്. അങ്ങനെ അവർ അവിടുന്ന് കുറഞ്ഞ റേറ്റിന് ഫോർഡ് ഫിഗോ, ഫിയസ്റ്റ, ക്ലാസിക് അങ്ങനത്തെ വണ്ടികളൊക്കെ എടുത്തിട്ട് ഇവിടെ കൊണ്ടുവരാൻ തുടങ്ങി. ഇവിടെ ഈ വണ്ടി എടുക്കുന്ന ആൾക്കാർ കുറഞ്ഞ ബഡ്ജറ്റിൽ വാഗണർ അല്ലെങ്കിൽ അൾട്ടോ ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ട്, ഒരു സെക്കൻഡ് ഹാൻഡ് അൾട്ടോ ഒക്കെ എടുക്കാൻ വേണ്ടി വെച്ചിരുന്ന ആൾക്കാർക്ക് 1 ലക്ഷം രൂപയിൽ താഴെ വലിയൊരു വണ്ടി, വലിയൊരു സെഡാൻ, കുറച്ചുകൂടെ പവറുള്ള, കുറച്ചുകൂടെ പെർഫോമൻസ് ഉള്ള ഒരു സെഡാൻ, അങ്ങനെ ആൾക്കാർ കൂടുതലായിട്ട് ഈ വണ്ടി എടുക്കാൻ തുടങ്ങി. അപ്പം 1 ലക്ഷം രൂപയിൽ താഴെ വലിയൊരു കാറായി, സെഡാനായി, പെർഫോമൻസ് ഉണ്ട്, നല്ല പവർ ഉണ്ട്, സ്റ്റെബിലിറ്റി ഉണ്ട്, കംഫർട്ട് എടുത്തു. ഈ വണ്ടിയുടെ കംഫർട്ട് എടുത്തു വരേണ്ടതാണ്. കാരണം നമ്മളിപ്പോൾ ഹിൽ ഏരിയ കൂടിയാണ് പോകുന്നത്, കുറച്ച് കയറ്റവും ഇറക്കവും കുന്നും മലയൊക്കെയുള്ള റോഡിൽ കൂടിയാണ് നമ്മൾ പോകുന്നത്. 1400 cc ഡീസൽ ടെർബോ എഞ്ചിനാണ് വണ്ടിക്ക് വരുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഏത് ഗിയറിലും വണ്ടി അടിച്ച് കയറ്റി പോകാൻ പറ്റും. നമ്മൾ കാല് കൊടുക്കുമ്പോൾ നമ്മൾ വിചാരിച്ച സ്ഥലത്തേക്ക് വണ്ടി നമ്മളെയും കൊണ്ടുപോകും. പെർഫോമൻസിൽ വണ്ടി ഓക്കെയാണ്. പക്ഷേ ഒരു അൾട്ടോ എടുക്കാൻ പ്ലാൻ ചെയ്ത് അൾട്ടോന്റെ ബഡ്ജറ്റിൽ അല്ലെങ്കിൽ വാഗണറിന്റെ ബഡ്ജറ്റിൽ ഇരിക്കുന്ന ഒരു ഫാമിലി 1 ലക്ഷം രൂപയിൽ താഴെ ഈ വണ്ടി എടുത്തു കഴിഞ്ഞാൽ അവർ ഒരിക്കലും ചിന്തിക്കാത്തൊരു കാര്യമുണ്ട്, ഇതിന്റെ മെയിൻ്റെനൻസ് കോസ്റ്റ് എങ്ങനെയാണ് വരിക എന്നുള്ളത്. നമുക്കിപ്പം ഒരു ലക്ഷം രൂപയുടെ താഴെ നമ്മൾ ഈ വണ്ടി എടുത്തിട്ട് നമ്മൾ ഈ വണ്ടിക്ക് വേണ്ടി ഒരു 2 ലക്ഷം രൂപ മുടക്കാൻ തയ്യാറാണെങ്കിൽ മാത്രമേ ഈ വണ്ടി എടുക്കാൻ നമ്മൾ ഇറങ്ങി തിരിക്കാവുള്ളൂ. പിന്നെ ഞാൻ പറഞ്ഞത് 2009, 2013, 2014 കാലഘട്ടത്തിൽ അവൈലബിൾ ആയിട്ടുള്ള ഒരു വണ്ടിയാണിത്. ആ സമയത്ത് ഇത്രയും കംഫർട്ടും ഇത്രയും പവറും ഓഫർ ചെയ്ത മറ്റൊരു ഡീസൽ വണ്ടി ഉണ്ടായിരുന്നു എനിക്ക് തോന്നുന്നില്ല. ഇപ്പോൾ നമ്മുടെ വെൻഡോ ഉണ്ട്, അതുപോലെ തന്നെ ഹോണ്ട സിറ്റി എല്ലാം മാർക്കറ്റിൽ ഉണ്ടെങ്കിൽ പോലും കുറച്ചുകൂടി ഒരു മുൻതൂക്കമുള്ള വണ്ടി ഈ വണ്ടിയാണെന്ന് എനിക്ക്, എല്ലാ വണ്ടികളും ഓടിച്ചതെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഈ വണ്ടിക്ക് കുറച്ചുകൂടി ഒരു മുൻതൂക്കം ഉണ്ടെന്നുള്ളത്. പെർഫോമൻസ് മാത്രമല്ല, വണ്ടിയുടെ ബ്രേക്കിംഗ് എടുത്തു വരണം. നമ്മൾ കാല് കൊടുത്തു കഴിഞ്ഞാൽ വണ്ടി നമ്മളെയും കൊണ്ട് എത്രത്തോളം ഫാസ്റ്റായിട്ട് പറക്കുന്നുണ്ടോ അതേപോലെ തന്നെയാണ് നമ്മൾ കാല് കൊടുക്കുമ്പോൾ നമ്മൾ മനസ്സിൽ കാണുന്ന ഒരു പോയിന്റിൽ ഈ വണ്ടി കറക്റ്റായിട്ട് നമ്മളെയും കൊണ്ട് നിൽക്കുന്നുണ്ട്. അത് ഈ വണ്ടിയുടെ ഒരു അഡ്വാൻറ്റേജ് തന്നെയാണ്. പക്ഷേ ഇത് എന്തൊക്കെ പറഞ്ഞാലും ഇപ്പം ഈ വണ്ടികൾ ഇത്രയധികം കേരള മാർക്കറ്റിലേക്ക് വരുന്നതും ഇവിടെയുള്ള ആൾക്കാർ ഇത്രയധികം വണ്ടി എടുക്കുന്നതും അത്ര നല്ലൊരു കാര്യമായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. ഈ വീഡിയോ കണ്ടിട്ട് ആർക്കെങ്കിലും രക്ഷപ്പെടാൻ പറ്റുമെങ്കിൽ നിങ്ങൾ രക്ഷപ്പെട്ടോ. കാരണം അജാതി കോസ്റ്റ് ആണ്. സ്പെയറിന്റെ വാല്യൂ അത്രയും വരുന്നുണ്ട്. ഫിഗോ ഒക്കെ എടുത്തിട്ട് സ്പെയർ കിട്ടാതെ ഡ്യൂപ്ലിക്കേറ്റ് സ്പെയർ തെരഞ്ഞു പോകുന്നവർക്ക് വേറൊരു ഓപ്ഷനുള്ള എന്താ വെച്ചാൽ, കണ്ടമാനം വണ്ടികൾ ഡൽഹിയിൽ നിന്നും അവിടുന്ന് ഇവിടുന്ന് ഒക്കെ അന്യസംസ്ഥാന വണ്ടികൾ ഇവിടെ വന്നിട്ട് NOC കിട്ടാതെ ഇവിടെ രജിസ്റ്റർ ചെയ്യാൻ പറ്റാതെ കുടുങ്ങി കിടക്കുന്ന കുറെ വണ്ടികൾ ഇപ്പോൾ കൊട്ടയിൽ പൊളിക്കാൻ വന്നിട്ടുണ്ട്. ഇപ്പൊ കാലിക്കറ്റ് ആണെങ്കിലും എവിടെയാണെങ്കിലും അതിന്റെ ആ പൊളിച്ച സ്പെയർ എത്രത്തോളം കിട്ടും എന്നുള്ളത് നോക്കിയിട്ട്, അത് കിട്ടിയില്ലെങ്കിൽ മാത്രം നിങ്ങൾ ഡ്യൂപ്ലിക്കേറ്റിലേക്ക് പോയാൽ മതി. കാരണം ഇതിന്റെ ഒറിജിനൽ സ്പെയർ അല്ലാത്ത സ്പെയർ നിങ്ങൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ കോപ്പി ഉപയോഗിച്ച് കഴിഞ്ഞാൽ അത് റിലയബിലിറ്റി വളരെ കുറവാണ്. നമ്മൾ പറയുമ്പോൾ നിങ്ങൾക്ക് അത് എത്രത്തോളം ആക്സെപ്റ്റബിൾ ആണെന്ന് അറിയില്ലെങ്കിൽ നിങ്ങൾ ഉപയോഗിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അത് ഒരു 6 മാസം 7 മാസം കൊണ്ടൊക്കെ അടിച്ചു പോകുന്ന ഒരു സിറ്റുവേഷൻ വരുമ്പോൾ നമുക്കത് ഭയങ്കര ലോസ് വരും. ഓൾറെഡി ഈ വണ്ടി എടുത്തു കഴിഞ്ഞാൽ ഒരുപാട് പണികൾ നമ്മൾ എക്സ്പെക്ട് ചെയ്യണം. ഒരുപാട് പൈസ നമ്മൾ ഈ വണ്ടി മേൽ കയറ്റാൻ തയ്യാറായിട്ട് തന്നെ വേണം നമ്മൾ ഈ വണ്ടി എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ അതിന്റെ കൂടെ ഇങ്ങനത്തെ ചില കാര്യങ്ങളോട് നോക്കണം. ഇപ്പൊ കൊട്ടയിലൊക്കെ പോയി കഴിഞ്ഞാൽ ഡ്യൂപ്ലിക്കേറ്റിന് ഒരു 6000 രൂപയ്ക്കുള്ള അല്ലെങ്കിൽ കോപ്പിക്ക് ഒരു 6000 രൂപയ്ക്കുള്ള സാധനം കൊട്ടയിൽ നിന്ന് നിങ്ങൾക്ക് ഒരു 3 രൂപ 4 രൂപ റേഞ്ചിൽ കിട്ടും. ഡീസൽ വണ്ടിയിലേക്ക് കടക്കുമ്പോൾ മെയിൻ ആയിട്ട് എല്ലാവരും പ്രതീക്ഷിക്കുന്ന അല്ലെങ്കിൽ ഡീസൽ വണ്ടി എടുക്കാനുള്ള ഒരു കാരണമായിട്ട് എല്ലാവരും ഇപ്പൊ പറയുന്നത് ഇപ്പോഴത്തെ ഫ്യൂൽ കോസ്റ്റും ഡീസൽ വണ്ടിയുടെ മൈലേജും ആണ്. ഇപ്പൊ നമ്മൾ ഈ വണ്ടി കൊണ്ടു നടക്കുമ്പോൾ നമുക്ക് ഈ വണ്ടിയിൽ സിറ്റി റൈഡിൽ അല്ലെങ്കിൽ നോർമൽ ഓട്ടത്തിലൊക്കെ നമുക്ക് ഈ വണ്ടി ഒരു 10 to 13 മൈലേജ് കിട്ടുക. അപ്പോൾ ഡീസൽ വണ്ടിയിൽ 20-22 കിലോമീറ്റർ മൈലേജ് ഒക്കെ പ്രതീക്ഷിച്ചിട്ട് ഈ വണ്ടി എടുക്കാൻ വേണ്ടി വരുന്നവർ എപ്പോഴും ഈ ഒരു കാര്യം ശ്രദ്ധിക്കണം. ഈ വണ്ടിയുടെ ഇതിന്റെ ഡീസൽ വേരിയന്റിൽ നമുക്ക് നോർമൽ ഡ്രൈവിൽ കിട്ടുന്ന മൈലേജ് ആണത് ഒരു 13-14 കിലോമീറ്റർ. നിങ്ങൾ ഹൈവേയിലൊക്കെ പോകണമെങ്കിൽ നിങ്ങൾക്ക് മാക്സിമം ഒരു 18 കിലോമീറ്റർ മൈലേജ് കിട്ടും.
അപ്പോൾ ഇനി നമ്മൾ ഈ വീഡിയോൻ്റെ കൺക്ലൂഷനിലേക്ക് പോകുമ്പോൾ നമ്മളെ മെയിൻ ടോപ്പിക്കായിട്ടുള്ള ഈ വണ്ടി എടുക്കണോ വേണ്ടയോ എന്നുള്ളത്, ഞങ്ങളുടെ കയ്യിലുള്ള ഈ ഒരു ടൈപ്പ് വണ്ടിയാണെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് എടുക്കാം. കാരണം ഈ വണ്ടി എടുത്തതിന് ശേഷം 2 ലക്ഷം രൂപയുടെ വർക്ക് എടുത്തതാണ്, കംപ്ലീറ്റ് പണി എടുത്ത വണ്ടികളാണ്. ഇങ്ങനത്തെ ഒരു വണ്ടിയല്ല നിങ്ങൾ തിരഞ്ഞെടുക്കുന്നതെങ്കിൽ, പണി പെൻഡിങ് ഉള്ള വണ്ടിയാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങളുടെ കയ്യിൽ നിന്ന് നല്ലൊരു എമൗണ്ട് പോകും. പിന്നെ നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു മൈലേജോ, നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് അതിൻ്റെ സ്പെയർ കിട്ടാതിരിക്കുക, അല്ലെങ്കിൽ സ്പെയറിന് അമിത വില കൊടുക്കേണ്ടി വരികയൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് അതിൻ്റെതായ ബുദ്ധിമുട്ട് നമുക്കുണ്ടാവും. അവൈലബിലിറ്റി ഭയങ്കര പ്രശ്നമാണ്, കോപ്പി ഉപയോഗിക്കാൻ പറ്റില്ല. പിന്നെ നമ്മൾ ഡീസൽ വണ്ടിയിലേക്ക് പോകുന്നത് എന്തിനാ? മൈലേജിന് വേണ്ടിയിട്ടാണ്. ഇതിൻ്റെ അകത്ത് മൈലേജ് എന്ന് പറയുന്നത് 13-14 ആണ്. അപ്പോൾ ഞങ്ങളുടെ അഭിപ്രായത്തിൽ ഈ ഒരു വണ്ടി നിങ്ങൾ ചൂസ് ചെയ്യാതിരിക്കുക.